2025 ബലരാമ ജയന്തിയും അക്ഷയ തൃതീയൊക്കെ വരുന്നത് ഏപ്രിൽ 30 ബുധനാഴ്ചയാണ്. വൈശാഖ മാസത്തിൽ ഓരോ ദിവസങ്ങൾക്കും അത്രയ്ക്കും പ്രാധാന്യമാണ്, ഓരോ പുണ്യദിനങ്ങളാണ്. വിഷ്ണു ഭഗവാന്റെ 8ാമത്തെ അവതാരമാണ് ബലരാമൻ. ബലഭദ്രനും ബലദേവൻ എന്നൊക്കെ പല പേരുകളിലും ബലരാമൻ അറിയപ്പെടുന്നുണ്ട്. ശരിയായ ബലത്തോടു കൂടിയവനും സർവരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനുമായതുകൊണ്ടാണ് ബലരാമൻ എന്ന് പേരുണ്ടായത്. ബലരാമൻ ആദിശേഷന്റെ അവതാരമാണെന്നും പരാമർശങ്ങളുണ്ട്. വിഷ്ണു ഭഗവാൻ ശ്രീരാമാവതാരത്തെ സ്വീകരിച്ചപ്പോൾ ആദിശേഷൻ ലക്ഷ്മണനായിട്ടാണ് അവതരിച്ചത്. ശ്രീകൃഷ്ണാവതാരത്തിൽ ആദിശേഷ്ടൻ ജ്യേഷ്ഠ സഹോദരനായി ബലരാമൻ എന്ന നാമധേയത്തിലും അവതരിച്ചു. ബലരാമസ്വാമിക്ക് മുഖ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പാലക്കാട് നെന്മിനി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ നെന്മിനി ക്ഷേത്രം. ഈ ക്ഷേത്രം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴേടാണ്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകതയാണ് അക്ഷയ തൃതീയ. എല്ലാവരും വിചാരിക്കുന്നത് എന്താ, അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങിക്കാനുള്ളതാണ് അക്ഷയ തൃതീയ എന്നുള്ളതാണ്. പക്ഷെ അന്ന് അതല്ല. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ അക്ഷയം എന്ന ഒരിക്കലും നശിക്കാത്തത് അല്ലെങ്കിൽ നാശമില്ലാത്തതെന്നാണ്. എത്ര എടുത്താലും തീരാത്തത് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അതിന്. ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്കെല്ലാം അക്ഷയമായിട്ടുള്ള ഫലമാണ് എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. പാഞ്ചാലിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അക്ഷയപാത്രം നൽകിയത് ഈ ദിവസത്തിലാണ്. വേദവ്യാസൻ മഹാഭാരത കഥ എഴുതി തുടങ്ങിയതും ഈ പുണ്യദിനത്തിൽ തന്നെയാണ്. ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം രചിച്ചതും സ്വർണ്ണനെല്ലിക്ക ദേവീ കടാക്ഷത്തിൽ വർഷിച്ചതുമൊക്കെ ഈ ദിനത്തിലായിരുന്നു. ഇന്ന് കഴിയുന്നതും കനകധാരാ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. അതുകൊണ്ട് പരമാവധി നാമം ജപിക്കാൻ ശ്രദ്ധിക്കുക. കനകധാരാ സ്തോത്രം ജപിക്കാൻ പറ്റിയ അത് അത്രയും നല്ലതാണ്. ചിരഞ്ജീവിയായിട്ടുള്ള പരശുരാമൻ്റെ ജന്മതിഥിയാകയാൽ ചിരഞ്ജീവി തിഥി എന്നും പരശുരാമ തിഥി എന്നും അക്ഷയതൃതീയ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭഗീരഥന് തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഇറക്കിയതും ഈ ദിനത്തിലാണ്. അതുകൊണ്ട് ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുക, പിതൃതർപ്പണം ചെയ്യുക, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, ഭാഗവത പാരായണം അല്ലെങ്കിൽ ശ്രവണം ചെയ്യുക, പൂജ ജപം തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ അക്ഷയഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് സ്വർണം വാങ്ങാനുള്ളൊരു ദിനമായിട്ടല്ല അക്ഷയ തൃതീയ കണക്കാക്കേണ്ടത്.